നമുക്ക് സ്വാഗതം ചെയ്യാം ടീച്ചറുടെ മകൾ ലക്ഷ്മി. ടീച്ചർക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ? അതെ, ഒറ്റ മകളാണ്. ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഭയയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മകള്. അതൊരു കഠിനമായ വളരെ വളരെ ക്ലിഷ്ടമായ കഠിനമായ പ്രവർത്തനമാണ്. അവൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവൾക്കൊരു വലിയ ഒരു ഭാരം തലയിലോട്ട് വെച്ച് കൊടുക്കുകയില്ലേ എന്നുള്ള ഒരു മനക്ലേശം എനിക്കുണ്ട്. ഇല്ല, ജോലി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പഠിച്ച വിഷയം സൈക്കോളജിയാണ്. ഇതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കുന്ന സെൻറ്റർ. പിന്നെ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ഞാൻ ഇതിന് മുമ്പും ജോലി ചെയ്തിരുന്നത്. പിന്നെ ഈ അഭയ എന്ന് പറയുന്നത് അതിൽ ഈ അമ്മയോട് പ്രത്യേകിച്ചും ഈ രംഗത്ത് അമ്മയോട് വൈരാഗ്യമുള്ള ചിലരെ സ്ഥാപനത്തിനോടുള്ള ശത്രുത വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ജോലി സ്ഥലത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ജോലിയും ഒരു ഭാരമായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കൂടെ നിൽക്കുന്ന മിക്കവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച ഒരു ഈശ്വര പൂജയായിട്ട് കരുതേണ്ട ഒരു പ്രവർത്തനമാണ്. ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭരണസമിതിയൊക്കെ പൂർണ്ണമായിട്ടും സേവനമാണ്. അവർ വണ്ടിക്കൂലി പോലും വാങ്ങുന്നില്ല, ഒരു സിറ്റിംഗ് ഫീ പോലും ഇല്ല. ഞാനും 26 വർഷമായി. എനിക്ക് ഓണററി ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഓണറേറിയം ഇല്ല. കാറ് തുടങ്ങിയ ഫോണ് തുടങ്ങിയ സൗകര്യങ്ങൾ തരുമെന്നുള്ളതിനപ്പുറം പൂർണ്ണമായ സൗജന്യ സേവനമാണ്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി സുഗതകുമാരി ഇങ്ങനൊരു ഇത്രയും കഷ്ടപ്പെട്ട ഒരു പ്രയത്നത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അത് പോട്ടെ, നല്ല കാര്യങ്ങൾ പറയൂ. ഓക്കെ, ഇനി നമുക്ക് അഭയ വിടാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നത് അമ്മ മകൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ കാര്യങ്ങൾ. ഞാൻ ആദ്യം പറയട്ടെ, അവൾ പറയുന്നതിന് മുമ്പ്. ഞാൻ ചിലപ്പോഴും ആലോചിക്കും, ഞാൻ ഒരു മകൾ എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനമ്മമാർക്കോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അവർക്കതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു, അവരുടെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. സഹോദരി എന്നുള്ള രീതിയിലും എനിക്ക് നീതി പാലിക്കാൻ സാധിച്ചു എൻ്റെ സഹോദരിമാരോട്. എൻ്റെ ഭർത്താവിനോടും മകളോടും നീതി പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നെനിക്കറിയാം. എനിക്ക് തോന്നുന്നുണ്ട് മുറിവുകളേറ്റത് എൻ്റെ കുടുംബമാണെന്ന് തോന്നുന്നു. അതും ഈശ്വര നിശ്ചയമാണെന്ന് എനിക്ക് പറയാനൊക്കെ ഉള്ളൂ, മനഃപൂർവ്വമല്ല. എന്താ മുട്ടയിരിക്കുന്ന കൂടിനെ അമ്പരം മുട്ടിപ്പറക്കിലും പക്ഷി മറക്കുമോ എന്ന് ചോദിച്ചാൽ മറക്കില്ല, വേദനയോടെ ഓർക്കും. എങ്കിലും വേണ്ട നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറ്റബോധമല്ല, ഒരുപാട് ദുഃഖമുണ്ട്. കുറ്റബോധം അത് പറ്റില്ലല്ലോ. അല്ല, ദുഃഖമുണ്ട്. ഞാൻ വേണ്ടതൊക്കെ കൊടുത്തില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കൊടുക്കാൻ എനിക്ക് ഒക്കില്ലായിരുന്നു. ആ വിധത്തിൽ ഞാൻ എന്തൊക്കെയോ വാരി പിടിച്ചു. അതുകൊണ്ട് കയ്യിൽ നിന്ന് ഊർന്നു പോയത് പലതും ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നില്ല. അമ്മയോട് പരിഭവമുണ്ടോ അക്കാര്യത്തിൽ? അങ്ങനെ ചോദിച്ചാൽ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്നാലും എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് സ്നേഹവും അറ്റൻഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏകദേശം ഒരു കൂട്ടുകുടുംബം ആയിരുന്നു. അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് 2 സഹോദരിമാരുണ്ട്. അവർ 2 പേരും ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് എല്ലാവരുടെയും പരിപൂർണമായ അറ്റൻഷൻ എനിക്ക് തന്നെ കിട്ടിയിരുന്നു. അപ്പൂപ്പനുണ്ടായിരുന്നു. എല്ലാവരുടെയും പെറ്റായിട്ട് അതുകൊണ്ട് ഓവർ അറ്റൻഷൻ തന്നെ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും വളരെ ചെറുപ്പത്തിൽ ഒന്നും ലാക്ക് ചെയ്തിട്ടില്ല. വളരെയധികം നല്ല ഒരു ബാല്യകാലമായിരുന്നു എൻ്റെത്. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് അച്ഛനിലേക്ക് കുറച്ചുകൂടി ഒരു ഇത് പോയിട്ടുണ്ടാവും. ലൈം ലൈറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഒട്ടും അച്ഛനെ. അതുകൊണ്ട് അമ്മയെ അറിയാവുന്നതുപോലെ അച്ഛനെ ആർക്കും അറിയില്ല. പലരുടെയും വിചാരം അമ്മയുടെ നിഴലിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിത്വം എന്നാണ് പലർക്കും അച്ഛനെ പറ്റിയുള്ള. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ അച്ഛൻ നേരെ മറിച്ചായിരുന്നു. അച്ഛൻ എന്നും സ്വയം വളരെ സുപ്പീരിയർ ആണെന്ന് കൺസിഡർ ചെയ്തിരുന്നു. അത് ശരിയുമായിരുന്നു. എന്നെ സഹിച്ചു കമല്ല എന്ന് പറയാം. അല്ലാതെ എൻ്റെ ഈ ഭ്രാന്തികളൊക്കെ ഒരു സാധാരണ പുരുഷൻ സഹിക്കില്ല. അദ്ദേഹം ആയതുകൊണ്ട് സഹിച്ചു എന്ന് പറയാം.
മാത്രമല്ല പിന്നെ ചെറുതായി ഒരു കളിയാക്കലിൻ്റെ ടോണിലാണ് അമ്മയെ അച്ഛന് കണ്ടിട്ടുള്ളത്. അമ്മയുടെ ബുദ്ധിയെ പറ്റി അച്ഛന് വലിയ മതിപ്പില്ലായിരുന്നു എന്നാണ് എപ്പോഴും കളിയാക്കുമായിരുന്നു. ശരി ശരി. പിന്നെ ഇവള് ഇതുമായിട്ട് നടക്കണം എന്നൊക്കെ ഉള്ള അമ്മ രീതിയിലായിരിക്കും. അമ്മ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അമ്മ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ പാസ്പോർട്ടും ടിക്കറ്റും വരെ അച്ഛൻ തന്നെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഇവിടുന്ന് അമേരിക്കയ്ക്ക് കയറ്റി വിട്ടാൽ അമ്മ മിക്കവാറും റഷ്യയിലെ ചെന്ന് ഇറങ്ങുമെന്ന് അച്ഛൻ ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുടുംബവിശേഷങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടേക്ക് വരേണ്ട ഒരാൾ ടീച്ചറുടെ കൂടെ സ്ഥിരം ടീച്ചറുടെ ഒരു നിഴല് പോലെ കൂടെ നടക്കുന്ന ഒരു അവരെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇത് ഹേമ, എൻ്റെ കൂടെ ഏതാണ്ട് 96 മുതൽ പ്രവർത്തിക്കുന്നു. വനിതാ കമ്മീഷനിൽ കൂടെ വന്നു. അന്ന് തൊട്ട് PA ആയിട്ട് പ്രവർത്തിക്കുന്നു. വനിതാ കമ്മീഷൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് അഭയയിലേക്ക് കൊണ്ടുവന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു മോറൽ സപ്പോർട്ട് ആ രീതിയിൽ ഇവരൊക്കെയാണ് എൻ്റെ ശക്തി. പിന്നെ ഹേമ ഒരു പാവം വീട്ടമ്മയായിരുന്നു. ഹേമ ഇപ്പോൾ എയ്ഡ്സിന് പോലീസ് സ്റ്റേഷനിൽ പോകണോ, കോടതിയിൽ പോകണോ, ആശുപത്രിയിൽ പോകണോ, ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകണോ, ആ വിധത്തിലുള്ള കാര്യങ്ങൾ വരെ പോകാനുള്ള ഒരു മാനസികമായ ഊർജം സംഭരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കുറേ നേരം ഇപ്പോൾ ടീച്ചറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടന്നു എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം സത്യത്തിൽ ടീച്ചറെ സാക്ഷിയാക്കിയിട്ട് ടീച്ചറുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒരു കലാകാരന്മാർക്കും സമൂഹത്തിൽ ഇതേപോലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണമെങ്കിൽ സഹകരിക്കാമായിരുന്നു. അപ്പോൾ ഒരു വെളിച്ചമായിട്ടാണ് ഇന്നത്തെ ഈ സമാഗമം എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട് ടീച്ചറോട്. ഈ നല്ല വാക്കിന് തന്നെ പ്രത്യേകിച്ച് നന്ദി.